ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മന്ദാര ഫാമിലിക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശനി ഞായറൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളെക്കാളും സന്തോഷം എനിക്ക് കേട്ടോ. അപ്പോൾ ശനി ഞായറും കിട്ടുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് വേഗം ഞാൻ പോയി പല്ലൊക്കെ തേക്കിട്ടേട്ടാ. പല്ല് വെച്ചിട്ട് കട്ടനടിച്ചാൽ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. എന്ത് പണി അത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് പുട്ടും കടല ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ പോണത്. ഇന്നലെ ഒരുത്തൻ എനിക്ക് വന്നപ്പോൾ തന്നെ ചോദിച്ചത് പുട്ടും കടലുണ്ടോയെന്ന് ചോദിച്ച് വാശി പിടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വരുമ്പോൾ ചോദിച്ചിട്ട് പുട്ടും കടലെന്ന് പറഞ്ഞാൽ എന്നെ കൊന്നും എടുക്കട്ടെ. അവരൊക്കെ പേടിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ജീവിക്കണമെങ്കിലോ. പുട്ട് സോഫ്റ്റ് ആവാനായിട്ടുണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. പൊടി നനയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടി നന്നായിട്ടൊന്ന് കുതിർത്തണം കേട്ടോ. ഈ ഒരു പൊടി എന്ന് പറയണ്ടേ നമ്മൾ റേഷൻ കടയിൽ നിന്ന് ഭയങ്കര മട്ടരി ഉണ്ടല്ലോ, കുത്തരി, അത് പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ എത്ര നനച്ചു കൊടുത്താലും നനവെത്താത്ത പോലെ തോന്നും കേട്ടോ. ഭയങ്കര ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് സാധനം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും കേട്ടോ, നമ്മുടെ നെക്സ്റ്റ് പണിയൊക്കെ തീർന്ന വരെ. അപ്പോൾ അതേ നമ്മുടെ അമ്മ പുട്ടിന് തേങ്ങ ചിരണ്ടുണ്ട് കേട്ടോ. അമ്മ നാളികേരമൊക്കെ പൊതിച്ച് ചിരണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പ്രാവശ്യം അമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണത്. എൻ്റെ പൊടി കുഴക്കൽ കണ്ടിട്ട് അമ്മ പറഞ്ഞു നനവെത്തിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എൻ്റെ കടലയൊക്കെ കുക്കറിൽ കിടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അച്ഛൻ വിറകൊക്കെ ഉണക്കി വെച്ച കാര്യം ഇന്ന് മുറ്റത്തടുപ്പിലാണ്ട് നമ്മൾ തീ കത്തിച്ചേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തടുപ്പിൽ തീയൊക്കെ എത്തിക്കാനായിട്ട്. ഇവിടെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. മോനെ വിളിച്ച് ഞാൻ തോറ്റിട്ടുണ്ട്. അവന് പത്രവാർത്തൻ്റെ ഡയറൊക്കെ എഴുതാനുള്ളതാണ് കേട്ടോ. പിന്നെ പുട്ട് ഇവിടെ റെഡി ഉണ്ട്. അപ്പോൾ മൂടിക കാണാനില്ല. അത് പറഞ്ഞാൽ അമ്മ അന്വേഷിച്ച് നടക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അന്വേഷണം നടക്കണ്ട, നമുക്ക് ഈ ഒരു ചിരട്ട കൊണ്ട് മൂടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയും പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാറെന്ന് പറയാറുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ പുട്ട് കൊടുക്കേണ്ട ഇതിന് അടപ്പനൊന്നും ഉണ്ടായില്ല. നീ ഫസ്റ്റ് തന്നെ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടില്ല. അമ്മ പറയാണ് ഇത്രയും നാളായിട്ട് പുട്ടിൻ്റെ പൊടി കുഴയ്ക്കാൻ പോലും അറിയില്ല. സത്യം പറയാല, ഈ ഒരു പൊടി കൊണ്ട് ഞാൻ ആദ്യമാണ് കേട്ടോ പൊടി നനച്ചേക്കണത്. ഞാൻ പറഞ്ഞില്ലേ എത്ര നനച്ചു കൊടുത്തിട്ടും നനയാത്ത പോലെ തോന്നണത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോഴേക്ക് ഞാൻ അതിനകത്ത് ഉപ്പും ഇല്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി നനച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇത് എത്ര നമ്മൾ ഒഴിച്ചു കൊടുത്താലും ഹാർഡായിട്ടിരിക്കണത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മട്ടരിയുടെ അല്ലാണ്ട് വേറെ റേഷൻ കഴിഞ്ഞിട്ടൊരു വൈറ്റ് കളർ അരി ഉണ്ടല്ലോ, പുഴുക്കലരി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ പുട്ട് കൂടുതലും കഴിക്കാൻ. ആ പുട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പച്ചരി കൊണ്ടുള്ള പുട്ട് എനിക്ക് ഇഷ്ടപ്പെടണേ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് വേവാത്ത പുട്ട് കാരണം കൂടി മക്കൾക്ക് കൊടുക്കണ്ട, ഇത് അതിനകത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. മക്കൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വയറുവേദനയായിട്ട് അത് വെന്തിട്ടില്ലല്ലോ, വേവ് കുറവല്ലേ. പിന്നെ ഇവിടെ അവർ മാത്രമേ കഴിക്കുള്ളൂ. അമ്മ ഒരു പീസ് കഴിച്ചു. എനിക്കാണ് പുട്ടിന് പഴമേനാട്ടോ. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അച്ചൊട്ടും കഴിക്കില്ല. അപ്പോൾ അവർ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ മര്യാദയ്ക്ക് വേവിച്ച് കൊടുത്തില്ലെങ്കിൽ അവർക്ക് വല്ല വയറുവേദന എടുത്താലോ. പിന്നെ കടലക്കറിക്കുള്ള വേപ്പിലേക്ക് അമ്മ സെറ്റാക്കി കൊണ്ടുവന്നിട്ട് കേട്ടോ. അമ്മയുടെ പണി അവിടെ ആരംഭിച്ചിട്ടുണ്ട്, ചോറൂട്ടിൽ. അമ്മയ്ക്ക് ഇതാണ് അരി വയ്ക്കുക, ചോറൂറ്റുക, കറി വയ്ക്കുക, ഇതൊക്കെയാണ് അമ്മയുടെ രാവിലത്തെ പണി കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡാമത്തെ ട്രിപ്പ് ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. കാരണം അമ്മ ബാക്കിലുള്ള കാര്യം കൊണ്ട് അമ്മായിമ്മേനേക്കാളും പേടിയുണ്ടെങ്കിൽ അമ്മേനെ അമ്മ നല്ല ചീത്ത പറയിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല എന്നൊക്കെ ഇത് ഇന്ന് പഠിക്കാനൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അമ്മ എണീക്കുമ്പോൾ കാപ്പി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാപ്പിയാണ് കേട്ടോ കുടിക്കണത്. പിന്നെ നമ്മൾ കുടിവെള്ളമൊക്കെ വെക്കണം, മക്കൾ സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇന്നലത്തെ വെള്ളം കുറച്ചുണ്ട്, അത് പകർത്തി വെച്ചിട്ടുണ്ട്. അച്ഛനെ എണീറ്റ് വരുമ്പോഴേ ഗുളിക കഴിക്കേണ്ടതാണ്. ചുടുവെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കാപ്പി വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചായ ഇട്ട് വയ്ക്കുമോ. പുട്ടുണ്ടാക്കിയാൽ പറയാൻ വേണ്ട, ചായക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. എപ്പോഴും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പുട്ട് ഇറങ്ങണമെങ്കിൽ ചായ തന്നെ വേണമല്ലോ. പിന്നെ പാല് ചില സമയത്ത് മാത്രം വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ഇവിടെ കിടുവിന് രാവിലെ പാൽ കുടിച്ച് അപ്പം ഛർദ്ദിക്കാൻ വരും, അല്ലെങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്യും. നീ പറഞ്ഞ് രാമൻ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടുവായൊക്കെ ഇട്ട് നിൽക്കണത്. ഇനി വന്ന ആൾക്കൊരു എക്സസൈസ് ചെയ്യലുണ്ട് കേട്ടോ. കണ്ട എക്സസൈസ് ചെയ്യാനുള്ള ആളുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചെയ്യാലേ. ഇവിടെ ഇത്രയും വന്നാൽ ഞാനും മോനും പോലും ചെയ്യണില്ല കേട്ടോ. എന്നെ കളിയാക്കും ചെയ്യാറുണ്ട്. അമ്മയ്ക്ക് തടി ചെയ്യും, അമ്മ എന്താ എക്സസൈസ് ഒന്നും ചെയ്യാത്തതെന്ന് ചോദിക്കാൻ കേട്ടോ. ഇവൻ്റെ കൈയൊക്കെ വളയണ കണ്ടാലും നമുക്ക് പേടിയാവും കേട്ടോ. ആള് രാവിലെ വരുമ്പോൾ എക്സസൈസ് മനഃപൂർവ്വം ചെയ്യുന്നല്ല, അങ്ങനെ ആയി പോണതുണ്ടാ കണ്ട. എക്സറേയുടെ ആവശ്യമേ ഇല്ല അവന്. പിന്നെ കടലേക്കുള്ളത് ഈ സവാളയും വെളുത്തുള്ളിയും സെറ്റാക്കി വെച്ചിട്ടാ. എന്നിട്ട് മോനെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 2 മുട്ട ഭ്രാന്തന്മാരുണ്ട് കേട്ടോ. മുട്ട കണ്ടുകഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് ഇനി മുട്ട വാങ്ങിക്കലാണ് തന്നെ. ഈ ഒരു പണിയാണ് കേട്ടോ ഇവർക്ക്. വലിയൊരു ഗ്ലാസ് എടുക്കുക, ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് എത്ര വലിയ ഗ്ലാസ് എടുത്തേക്കണം കേട്ടോ. ഇതേപോലെ അപ്പം ഉണ്ടാക്കിയതൊക്കെയാണ് പണികൾ. കടല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. വീട് വൃത്തിയാക്കാനല്ല,
അതിന് മുന്നായിട്ട് ഇവർ ഉറങ്ങി എണീറ്റ സ്ഥലങ്ങളാണ് ഇട്ട്. ഇപ്പം നമ്മൾ ഹാളിലാണ് കിടക്കണേ. അതേ നമ്മുടെ രാമൻ ഇപ്പോൾ മഴ പെയ്യണ കാരണം കൊണ്ട് തന്നെ മൂത്രമൊഴിച്ച് ഇടണ്ടിട്ട് ഇടയ്ക്ക് ഒരു ദിവസം കിടക്കയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കിടത്തിട്ടില്ല. പിന്നെ ഒരു ദിവസം 2 പായിട്ട് കിടത്തി, അപ്പം അതിലും മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റപ്പായ ആക്കിയാൽ ഒരു ഷീറ്റ് വിരിച്ച് കിടത്തി. അപ്പം അതിലും മൂത്രമൊഴിക്കില്ല. ഞാനിപ്പോൾ ഷീറ്റും വിരിക്കില്ല, കാരണം ഉണങ്ങി കിട്ടില്ലല്ലോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ വെറുതെ പായിട്ടിട്ടാണ് കിടക്കണത്. കഷ്ടപ്പെടുന്നത് ഞാനാണ്. എനിക്കാണെങ്കിൽ തണവ് ഒട്ടും പറ്റില്ല. ഇപ്പം പുറത്ത് നല്ല മഴ പെയ്യുണ്ട്, അതിൻ്റെ അഭ്യാസം ഈ കാണിക്കുന്ന പുതപ്പും തലോണം എടുത്ത് വെക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നേട്ടാ. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയുണ്ട് മഴയത്തെ. അപ്പോൾ ഈ തിങ്കളാഴ്ച അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് പഠിപ്പിക്കാനുണ്ടല്ലോ. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് വിട്ടിട്ടാട്ടോ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് പുട്ടും കടലും റെഡി ഇപ്പോൾ ഒരു പല്ലേച്ച് വന്നിട്ട് ഡുഡുമോൻ്റെ അഭ്യാസം കണ്ട കുഴച്ചവിടെ വയ്ക്കും, കഴിക്കില്ല. ഇതാണ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭയങ്കര മടി. രാവിലത്തെ ഓരോ പണികൾ കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അവർ കഴിക്കൂല കേട്ടോ അത്. പിന്നെ കിടുമോന് സ്കൂളിൽ പോകാനുള്ള സമയം 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും റെഡി ആക്കണ്ടിട്ട് ഇവനെ റെഡിയാക്കി കൊടുക്കണമല്ലോ, ചെറുതാണല്ലോ. ഡുഡുമോൻ തന്നെ റെഡി ആക്കി കൊടുക്കണം. ഡുഡുമോൻ ചില സമയത്ത് കുളിപ്പിച്ചൊക്കെ കൊടുക്കും, പിന്നെ ആളുടെ കാര്യങ്ങളൊക്കെ ആൾ നോക്കിക്കോളും. ഇതിന് മുടിയിലേക്ക് കൊടുക്കണം, യൂണിഫോം ഇട്ട് കൊടുക്കണം, ID കാർഡ്, ബെൽറ്റ്, കുറിയൊക്കെ വരച്ചു കൊടുക്കണം. ഇതാണ് നേരത്തെ ഇവനെ റെഡിയാക്കിയാലുള്ള കുഴപ്പം. ചേട്ടൻ വരെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.